സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഗൈസ് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ രണ്ട് പടങ്ങളായിട്ടുള്ള എൽ2 എമ്പുരാൻ അതുപോലെ തന്നെ തുടരും മൂവിയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഗൈസ്, ആ ഒരു സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നത് വെച്ചാൽ ഗൈസ്, പബ്ലിക്കിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ ഉറപ്പായിട്ടും 100 crore അടിച്ചിരിക്കും. ഓക്കെ, 100 കോടി അടിച്ചിരിക്കുന്ന ഉറപ്പാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നേരിൻ്റെ കേസ് തന്നെ നോക്കിയാൽ മതി. നമ്മുടെ എമ്പുരാനും തുടരും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ രണ്ട് മൂവികളും തന്നെ വേൾഡ് വൈഡ് 200 crore മുകളിൽ കിടന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 100 കോടിയല്ല, ഇപ്പോൾ 200 കോടീൻ്റെ മുകളിൽ രണ്ട് കയറിയിട്ടുണ്ട് ഗൈസ്. എമ്പുരാൻ എന്തായാലും ഓൾറെഡി 300 കോടിയുടെ മുകളിൽ കളക്ഷൻ റെക്കോർഡ് അടിച്ചതാണ്. നമ്മുടെ പല റെക്കോർഡുകളും എമ്പുരാൻ പൊട്ടിച്ചതുമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ തുടരുന്ന കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് തിയേറ്ററുകൾ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിക്ക് തന്നെ ഗൈസ്. ഇപ്പോൾ നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിക്ക് ഉണ്ട്. സോ ഇപ്പോൾ ഇത് 200 കോടി പിന്നിട്ടതാണ് ഗൈസ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ തുടരും എമ്പുരാൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിനും നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പബ്ലിക് റിവ്യൂ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നമ്മളെ ടിനു പാപ്പച്ചൻ പറയുന്ന പോലെ ഇതിനെക്കാളും നല്ലത് മലക്കോട്ടെ വാലിബനിലെ ഇൻട്രോ അല്ലായിരുന്നോ? നല്ല അത് ഇതിനെക്കാളും എന്ത് നല്ലൊരു പടമായിരുന്നു. ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന എന്തിനാ എടുത്തു വെച്ചിരിക്കുന്ന ഇതാണക്കത്തെ ഒരു പടം. ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എന്റെ പൊന്നോ, എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി. ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. അത് തന്നെ എത്ര കോടി എന്നൊക്കെ മുടക്കി എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ 2-3 എണ്ണം 1 ലക്ഷം രൂപ എല്ലാം വാടക കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളു. അല്ലാതെ 2-3 ഹെലികോപ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മലയാള സിനിമ നമ്മുടെ എമ്പുരാൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എമ്പുരാൻ്റെ പബ്ലിക് റിവ്യൂ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എമ്പുരാന് വലിയൊരു നല്ലൊരു അഭിപ്രായമല്ല കേസ് ഉള്ളത്. ഓക്കെ, അപ്പം ആൾക്കാരൊക്കെ അതിൻ്റെ സ്റ്റോറി ലൈനെ വളരെ രീതിക്ക് തന്നെ കുറ്റം പറയുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നല്ല രീതിക്ക് തന്നെ നല്ല ഹൈപ്പിൽ വന്നൊരു പടമാണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇന്ത്യ ഒട്ടാകെ നടന്നുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു കേസ്. ഓക്കെ, ഏകദേശം നമുക്ക് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊമോഷനും ഈ ഒരു ഹൈപ്പും ഒക്കെ കാരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു എമ്പുരാൻ മൂവി ഇത്രയധികം കളക്ഷൻ 300 കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുള്ളത്. അല്ലാണ്ട് ഈ ഒരു സിനിമ ഇത്രയും കളക്ഷൻ കിട്ടാൻ യാതൊരു ചാൻസില്ല. കാരണം അതിൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും യങ് ഓഡിയൻസ് ആണെങ്കിലും എല്ലാവരും തന്നെ ഏറ്റെടുത്തൊരു മൂവി ആയിരുന്നു. അതിലുള്ള ഡയലോഗ്സ് നല്ല രീതിക്ക് തന്നെ വൈറലായ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. ഓക്കെ, ലൂസിഫർ ഉണ്ടായിരുന്നത്. പക്ഷേ എമ്പുരാനിൽ നോക്കുകയാണെങ്കിൽ അധികം ഫാൻസും പറയുന്നത് നമ്മുടെ മോഹൻലാലിനെ സൈഡിലിരുത്തി ഇറങ്ങിയൊരു സിനിമയാണെന്നാണ്. കാരണം മോഹൻലാലിന് അതിൽ അധികം റോളും കാര്യങ്ങളൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ റോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായിട്ടുള്ള സയ്യിദ് മസൂദിനാണ്. സോ ഗൈസ്, അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പിനൊത്ത് വരാത്തൊരു പടമായിരുന്നു ഗൈസ് എമ്പുരാൻ. ഓക്കെ, ബഡ്ജറ്റിലും കാര്യങ്ങളൊക്കെ നല്ലതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ഹൈ ബഡ്ജറ്റിൽ എടുത്തൊരു മൂവിയാണ്. സോ ഹൈപ്പിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ലായിരുന്നു. പക്ഷേ പടം ഇറങ്ങിയപ്പോൾ ചീറ്റിപ്പോയെന്നേ ഉള്ളൂ. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഒരു എമ്പുരാൻ മൂവി നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കാണാൻ പറ്റില്ല. അധികം കുടുംബ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത് ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് അവർ കാരണം വളരെയധികം തന്നെ വ്യക്തമാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വിൻറ്റേജ് ലാലേട്ടൻ്റെ കേസ്. ഓക്കെ, ലാലേട്ടൻ്റെ ആ ഒരു പഴയ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന ആ ഒരു ആക്ടിങ് സ്റ്റൈല്, ആ ഒരു ഓറയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു എൽ2 എമ്പുരാനിൽ കാണാനായിട്ട് ആർക്കും തന്നെ സാധിച്ചില്ല. നമ്മുടെ ഈ ഒരു ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച വെച്ചാൽ ജസ്റ്റ് ഒരു സൈഡിൽ കുത്തിരിക്കുന്ന കഥാപാത്രം. ഓക്കെ, ജസ്റ്റ് കോട്ട് സൂട്ട് ഇട്ടിട്ട് ജസ്റ്റ് സൈഡിൽ കുത്തിരിക്കുക. അതിന് ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഗൈസ് അധിക ഫാൻസും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഓക്കെ, അധികം ആൾക്കാരും നമ്മുടെ ഈ ഒരു എൽ2 എമ്പുരാൻ്റെ ഈ ഒരു പ്രൊമോഷൻ തന്നെ നമ്മുടെ മോഹൻലാലിനെ വെച്ചിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ ഇത്രയും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിക്ക് വന്നത്. ഓക്കെ, നമ്മുടെ റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു. സോ ഇതൊരിക്കലും നമ്മുടെ ലാലേട്ടൻ്റെ പ്രശ്നമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്. ഓക്കെ, നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ അടിച്ച് പൊളിച്ച് അഭിനയിക്കും. നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് അഭിനയിക്കും, നമുക്കറിയാം. സോ ഗൈസ്, അങ്ങനെ ഒരു സിനിമയാണ് ഗൈസ് നമ്മുടെ തുടരും മൂവി. സോ അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ തുടരും മൂവി. ഓക്കെ, നല്ലൊരു സ്റ്റോറി ലൈനുള്ളൊരു മൂവിയാണ്. സോ അതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എമ്പുരാനെ വെച്ച് നോക്കുകയാണെങ്കിൽ എമ്പുരാന് ഫസ്റ്റ് ഡേ നല്ല കളക്ഷനൊക്കെ ആണെങ്കിലും നമ്മൾ പിന്നെ ഡേ ബൈ ഡേ അതിൻ്റെ കളക്ഷൻ കുറഞ്ഞു വന്നു. പക്ഷേ നമ്മുടെ തുടരും അങ്ങനെയല്ല ഗൈസ്. ഫസ്റ്റ് ഡേ കളക്ഷൻ കുറവാണ്, അധികം ഹൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്ന സിനിമയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ അതിൻ്റെ കളക്ഷൻ കൂടി വരികയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് നമ്മളുടെ ഡിഫറൻസ്. സോ ഇതിൻ്റെ പബ്ലിക് റിവ്യൂ കേട്ടാൽ തന്നെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത്രയും സൂപ്പർ പടം ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. ഇമോഷൻ ആണോ? കരഞ്ഞോ? ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും ഗംഭീരം. ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല.
ഇനി ഈ ഫാൻ ഫൈറ്റിന്റെ പേര് കുറെ പേര് കിടന്ന് ചുമ്മാ താളം അടിക്കുന്നുണ്ട്. പോയി പറഞ്ഞു ഈ പടമൊക്കെ വന്ന് കണ്ടിട്ട് മോഹൻലാൽ എന്താണ്, മോഹൻലാലിന്റെ പെർഫോമൻസ് എന്താണ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്താണെന്ന് ഒന്ന് നോക്കാൻ പറ. അല്ലാതെ വെറുതെ കിടന്ന് വാത്താളം അടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതും ഇതും പറയല്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വന്നാൽ തരുൺമൂർത്തി അത് 100% ചെയ്തിട്ടുണ്ട്. ഗംഭീര പടം. എനിക്ക് ഇതിനപ്പുറത്ത് വേർഡ്സ് പറയാനില്ല. ഓവറോൾ പറയണേ ജോണറൊക്കെ പറയുകയാണെങ്കിൽ മോനെ ഫാമിലി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ഉണ്ട്. ഏതായിട്ടാണ് ഈ പടത്തിൽ ഇല്ലാത്തത്? നിങ്ങൾ നോക്കിയോ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അടിച്ച പടം അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനെയാണ്. അങ്ങനെ ഒരു ലാലേട്ടനാണ് എനിക്ക് കിട്ടിയത്. എനിക്കത് മതി. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. അത് സിനിമയുടെ ഇമോഷൻ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലാലേട്ടനാണ് ഞാൻ കണ്ടത്. ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5-ൽ 5 കൊടുക്കാൻ വേണ്ടിയുള്ളതുണ്ട്. ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പറയാനാണെങ്കിൽ ആവശ്യത്തിനുള്ള ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട്, റെഫറൻസുകളുണ്ട്. അതോ ഇതാണ് ഏറ്റവും കൂടുതൽ? എനിക്ക് എമ്പുരാനേക്കാൾ ലാലേട്ടന്റെ പെർഫോമൻസ് കാണാനായി ഉദ്ദേശിക്കുന്ന ആൾക്കാർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് നമ്മുടെ തള്ളി ഹൈപ്പ് തന്ന് നമ്മളെ ഒച്ചളമാക്കിയായിട്ടും, ഒന്ന് ഒരു ഹൈപ്പിലും വരാതെ നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ മൗത്ത് പബ്ലിസിറ്റി വെച്ചാണ് ഗൈസ് നമ്മുടെ ഈ ഒരു തുടരും ഹിറ്റാനായിട്ട് പോകുന്നത്. ഗൈസ് അത് ഉറപ്പാണ്. ഓക്കെ, എന്തായാലും ഇതിപ്പോൾ 200 കോടിൻ്റെ മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ എമ്പുരാനെ കടത്തി വെട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മറ്റ് ഇൻഡസ്ട്രികളുടെ മുമ്പിൽ തലയോർത്തി പിടിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഈ ഒരു തുടരുന്നുള്ള സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ഗൈസ് പ്രാർത്ഥിക്കുന്നു. സോ ഗൈസ് ഇതിലും നല്ല വീഡിയോകളുമായി ഇനിയും വരാമെന്ന പ്രതീക്ഷയോടെ ഗൈസ് നിർത്തുന്നു. ബൈ ബൈ ഗൈസ്.